ട്രാൻസ്ജെൻഡർ ദമ്പതികളായ സിയ പവൽ സഹദ് എന്നിവർ ഫയൽ ചെയ്ത കേസിലെ ഹൈക്കോടതി വിധി അനുസരിച്ച് സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരികയാണ്. കുട്ടിയുടെ മാതാവിന്റെ പേര്, പിതാവിന്റെ പേര് എന്നീ കോളങ്ങൾക്ക് പുറമെ മാതാപിതാക്കളുടെ പേര് എന്ന കോളം കൂടി ഉൾപ്പെടുത്തും. ഏതാനും ദിവസത്തിനകം സോഫ്റ്റ്വെയറിൽ മാറ്റം വരുന്നതോടെ സഹദ് സിയാൽ പവൽ ദമ്പതികളുടെ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റും ലഭ്യമാകും. കുഞ്ഞു സെബിയയ്ക്ക് സിയ അമ്മയും സഹദ് അച്ഛനുമാണ്. എന്നാൽ 2.5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇരുവർക്കും മാതാപിതാക്കളെന്ന അംഗീകാരം ലഭിക്കുന്നത്. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെയും അമ്മയുടെയും പേര് പ്രത്യേകം നൽകാതെ മാതാപിതാക്കളെന്ന് രേഖപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. പിന്നാലെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ മാറ്റം വരികയാണ്. കുട്ടിയുടെ മാതാവിന്റെ പേര്, പിതാവിന്റെ പേര് എന്നീ കോളങ്ങൾക്ക് പുറമെ മാതാപിതാക്കളുടെ പേര് എന്ന കോളം കൂടി ഉൾപ്പെടുത്തും. ഏതാനും ദിവസത്തിനകം സോഫ്റ്റ്വെയറിൽ മാറ്റം വരുന്നതോടെ കുഞ്ഞിന് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാകും എന്ന സന്തോഷത്തിലാണ് മാതാപിതാക്കൾ. ഇനിയും ഇതുപോലെ ഞങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്, അവർക്ക് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സൊസൈറ്റിയെ പേടിച്ച് അല്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കുന്നുള്ളൊരു ചിന്താഗതിയിലാണ് അവരൊക്കെ പിന്നോട്ട് നിന്നത്. സോ ഇങ്ങനൊരു ന്യൂസ് വന്നതിന് ശേഷം ഒരുപാട് പേര് ഞങ്ങളെ സംസാരിച്ചു. അവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് ഫാമിലിയായിട്ട് ജീവിക്കാൻ. സോ അവർക്കൊക്കെ ഒരു ഇതായുമല്ലോ. ഇനിയിപ്പം അന്ന് ആ സമയത്ത് നമ്മൾക്ക് മാത്രം ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി വരുന്ന ആളുകളും ഇതുപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നേനെ. സോ ഇനിയിപ്പോൾ അതില്ലല്ലോ. അവർക്കും ഇനിയിപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് വരാം. ഇന്ത്യയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കളായ സഹദിനും സിയയ്ക്കും 2023 പെൺകുഞ്ഞ് ജനിക്കുന്നത്. പുരുഷനായി മാറാൻ സഹദ് ഹോർമോൺ ചികിത്സ ആരംഭിച്ച ഘട്ടത്തിലായിരുന്നു IVF ചികിത്സയിലൂടെ ഗർഭം ധരിച്ചത്. സിയ ഇതിനകം തന്നെ സ്ത്രീയായി മാറിയിരുന്നു. കുഞ്ഞ് ജനിക്കുമ്പോഴേക്കും സഹദിന്റെ പുരുഷനിലേക്കുള്ള മാറ്റവും പൂർത്തിയായി. അതോടെ ജനന സർട്ടിഫിക്കറ്റിലെ മാതാവ്, പിതാവ് എന്നീ കോളങ്ങൾ വില്ലനായി. മാതാവിന്റെ പേരിന്റെ സ്ഥാനത്ത് ബയോളജിക്കൽ മാതാവായ സഹദിന്റെയും പിതാവായ സിയ പവലിനെയും രേഖപ്പെടുത്താനേ കഴിയൂവെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ വ്യക്തമാക്കിയതോടെയാണ് ഇവർ നിയമ പോരാട്ടത്തിനിറങ്ങിയത്. പിതാവിന്റെ പേരായ സഹദിനെയും മാതാവായി സിയയെയും രേഖപ്പെടുത്തണമെന്നായിരുന്നു ഇവരുടെ ആഗ്രഹം. അതിനു കഴിയില്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും പേരുകൾ പ്രത്യേകം രേഖപ്പെടുത്തുന്നതിന് പകരം ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കൾ എന്ന കോളം വേണമെന്നായിരുന്നു ആവശ്യം. വിവേചനങ്ങളുടെ ലോകത്ത് പുതുപ്രതീക്ഷയേകുന്നതാണ് ഇത്തരം മാറ്റങ്ങളെന്ന് സിയ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.